രാഷ്ട്രീയ കേരളം അതീവ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോടും അവരുടെ പ്രവൃത്തിയോടുമുള്ള എതിർപ്പറിയിച്ച് പാർട്ടി വിട്ട് പ്രതിപക്ഷ നിരയെ ഉയർത്തുന്ന പോലെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ PV അൻവർ UDF മുന്നണിയുടെ ഭാഗമാകാൻ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മുന്നണിയിലേക്ക് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനെ VM സുധീരൻ അടക്കമുള്ള പ്രധാന നേതാക്കന്മാർ എതിർക്കുകയും ചെയ്യുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ UDF പ്രവേശനം ശുഭകരമായി പര്യവസാനിക്കുമെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ എല്ലാവരും കരുതി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് PV അൻവർ. അൻവറുമായി VD സതീശൻ വേദി പങ്കിട്ടപ്പോൾ PV അൻവർ UDFിലേക്ക് തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എല്ലാം തകിടമറിഞ്ഞു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ UDFിലെ പ്രവേശനത്തിൽ പൂർണ്ണ ഉറപ്പ് ലഭിക്കാത്ത PV അൻവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ UDF തീരുമാനിച്ച സ്ഥാനാർത്ഥിയാകട്ടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്. കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് VS ജോയി ആണെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് PV അൻവർ VS ജോയിക്ക് പച്ചക്കൊടി വീശിയത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വല്ലാത്ത ഒരു പകയും അകൽച്ചയും PV അൻവറിനുണ്ട് എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന വാസ്തവം. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും ബന്ധുക്കളാണ്. 2016 ആദ്യമായി PV അൻവർ നിലമ്പൂരിൽ വിജയിച്ചതിന് ശേഷം കക്കാടംപൊയി വിഷയവും സർക്കാർ ഭൂമി കയ്യേറ്റമെന്നടക്കമുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കിയതിൻ്റെയും ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെയും പിന്നിലെ പ്രധാന കാരണക്കാരൻ ആര്യാടൻ ഷൗക്കത്താണ് എന്ന ധാരണ PV അൻവറിനുണ്ട്. 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ PV അൻവർ 2016 ജയിക്കുമ്പോൾ കോൺഗ്രസ് കുത്തക മണ്ഡലമായ നിലമ്പൂരിൽ കോൺഗ്രസിൽ വിരുദ്ധ ചേരി ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. അന്ന് മുസ്ലിം ലീഗ് നേതാവായ PV അബ്ദുൾ വഹാബ് ഷൗക്കത്ത് വിരുദ്ധ ചേരിയോടൊപ്പം ചേർന്നു എന്നുള്ളത് വാർത്തയായിരുന്നു. അവിടെയും തീർന്നില്ല. പിന്നീട് 2020-2021 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് നിലമ്പൂർ MLA PV അൻവറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അത് പിന്നീട് വലിയ ചർച്ചയാവുന്നു. PV അൻവറിന് ചെറുതല്ലാത്ത രീതിയിൽ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പരാതിയുടെ പിന്നിലും ആര്യാടൻ ഷൗക്കത്താണ് എന്ന് PV അൻവറിന് ബോധ്യപ്പെടുന്നു. PV അൻവറുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസുകളുടെ എല്ലാം പിന്നിലെ പ്രധാന കാരണക്കാരൻ ആര്യാടൻ ഷൗക്കത്താണ് എന്നുള്ളതെല്ലാം PV അൻവറിന് ഷൗക്കത്തിനോടുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. പിന്നീട് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ DCC അധ്യക്ഷനായ VV പ്രകാശ് മത്സരിക്കുന്നു. താൽക്കാലിക അധ്യക്ഷനായി ആര്യാടൻ ഷൗക്കത്തിനെ തീരുമാനിക്കുന്നു. അന്ന് 2700 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണക്കാരൻ ആര്യാടൻ ഷൗക്കത്താണെന്ന വാർത്ത പരക്കുന്നു. 2025 നടക്കുവാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരേപോലെ വെല്ലുവിളി തന്നെയാണ്. VV പ്രകാശിന്റെ മകൾ സമൂഹ മാധ്യമത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പോസ്റ്റുകൾ ഇടുമ്പോൾ VV പ്രകാശിനൊപ്പം നിന്നവർ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. നിലമ്പൂർ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരുമയില്ലെങ്കിൽ കടക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ ഒരുമയുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിലെ വിജയപരാജയത്തെ സ്വാധീനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകം.